ഉന്നിടത്തിൽ വന്ന നാഥ പൊന്നു തിരുമേനിയേ നന്ദിയോടിതാ നിന്ദാസർവം നോക്കൂടും നീ മുൻപിൽ നന്ദിയോടിതാ നിന്ദാസർവം നോക്കൂടും നീ മുൻപിൽ താതനെ കൃപാനിധേ ശ്രീയേശു നാമം മൂലമേ തന്നിടേണം ആത്മദാനം പ്രാർത്ഥന ചെയ്തിടുവാൻ തന്നിടേണം ആത്മദാനം പ്രാർത്ഥന ചെയ്തിടുവാൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ. മഹത്വത്തിൻ്റെ പ്രത്യാശ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല ദിവസത്തിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാൻ തക്കവണ്ണം കൃപയാൽ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ സ്തുതിക്കുന്നു. ഈ കർത്താവെ ഹല്ലേലൂയ ഈ സമയം ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, കർത്താവെ ജോലി ചെയ്യുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചു തലമുറകളെ ഒക്കെ സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പൻ്റെ പാദനന്ദിയെ കൊണ്ട് തരികയപ്പാ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ വാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം നന്ദിയോടെ അപ്പൻ്റെ പാദപിടുത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വരെ ഞങ്ങളെ അത്ഭുത അതിശയമായ പൊന്നുകരം ചേർത്ത് പിടിച്ച് നടത്തിയത് ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വരമായിരുന്ന ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിലേൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ കർത്താവ് സൂക്ഷിച്ചു തോർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകായിരങ്ങൾ അലമറയിട്ട് കരയുമ്പോൾ, അനേകർ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുമ്പോൾ, അനേകർ ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുമ്പോൾ, അനേകർ പലവിധ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കർത്താവെ ഭാരപ്പെടുമ്പോൾ, ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം സൂക്ഷിച്ച് പരിപാലിച്ച് തോർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. കർത്താവ്, വീണ്ടും ആവശ്യഭാരങ്ങളുമായി ഇവിടുത്തെ പാദപിടുത്തിൽ കടന്നു വരുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളുമായി കടന്നു വരുന്നു. കർത്താവ്, അപ്പൻ്റെ പാദാന്തിയെ കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായ അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു എന്ന് പറയുവാൻ തക്കണം കൃപയാൽ ആക്കി വെച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പം വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുക. കർത്താവ്, സ്തോത്രം. കർത്താവ്, ഈ സമയം ഹല്ലേലൂയ ആവശ്യഭാരങ്ങളുടെ നടുവിൽ നിലവിളിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട്. പലവിധ അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ട ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ജോലി ചെയ്യാനുള്ള ആരോഗ്യപരവും കർത്താവ് കൊടുത്ത് സഹായിക്കണം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത നൽകി മാനിക്കുമാറാകണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറയെ കൊടുത്ത് സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെ മേലും കടന്നു വരട്ടെ. കർത്താവെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. അനുഗ്രഹം അവരുടെ മേൽ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന മക്കളെ കാത്തുകൊള്ളണേ, ബുദ്ധിജ്ഞാനം അവിടുന്ന് കൊടുക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ പരീക്ഷയിലെല്ലാം കൂടെയിരിക്കണം. ബുദ്ധിജ്ഞാനം അപ്പച്ചം കൊടുക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ കർത്താവെ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. OITയും IELTSും പഠിക്കുന്ന മക്കളുണ്ട്. പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ജർമ്മൻ പഠിക്കുന്ന മക്കളുണ്ട്. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ അപ്പൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് അവരെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുക. കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കർത്താവെല്ലാം തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റണമേപ്പ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിപാതിൽ തുറന്നു കൊടുത്തവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. പരീക്ഷയിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം വേണമപ്പ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് കർത്താവ് വീണ്ടും
റിട്ടേൺ പരീക്ഷയ്ക്കായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കർത്താവേ, നീ അവിടുന്ന് ഹാലലൂയ അവരെ സെലക്ട് ചെയ്യണമേ. ആ നല്ല ജോലി സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണമേ കർത്താവേ. അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ. ഹാലലൂയ, സ്വർഗം അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 7-8 മാസക്കാലമായി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പൈതൽ കർത്താവേ സ്തോത്രം. ആമേൻ. പല ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് കർത്താവേ, പല എക്സാമൊക്കെ എഴുതി കർത്താവേ, എന്നാൽ ഹാലലൂയ മറുപടി ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ സ്തോത്രം, എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങളെ മാനിക്കും, നിശ്ചയമായും സഹായിക്കും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായത് സ്വർഗമൊരുക്കുന്നതോർത്ത് നന്ദി പറയുക. വിശ്വാസ കണ്ണാൽ അത് കാണുകയാണ് കർത്താവേ. സ്വർഗമേ, ജോലിയില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉപജീവനമാർഗത്തിന് വഴി തുറന്നു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണ ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്താട്ട് കർത്താവേ. ഭവനം പണിയുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതം ചെയ്താട്ട്. എല്ലാ തടസ്സം മുടക്കം മാറ്റി കർത്താവേ, നീ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ഹാലിൽ കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണേ. ജപ്തിയുടെ മക്കളായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. വസ്തു വിറ്റ് ഹാലിലെ കർത്താവെ കടം തീർക്കുവാൻ ആഗ്രഹിച്ചിരിക്കുക. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ. അവരുടെ സങ്കടങ്ങളിൽ നിന്ന് നടുവിൽ സ്വർഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹാലലി. അങ്ങനെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ടപ്പാ. ഒരു സ്നേഹം ലഭിക്കാതെ ഭാരപ്പെട്ട് ഭയത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. മുൻകോപത്തിൽ നിന്നൊക്കെയും എല്ലാ മക്കളെയും വിട്ടുവിക്കുമാറാകണേ. സ്നേഹത്തോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. കർത്താവ് കൊടുത്ത കുടുംബജീവിതം ഛിന്നഭിന്നമായി പാൻ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൊടി പൈതങ്ങളോടൊക്കെ മനസ്സലിവ് കാണിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഒരേ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളും ഉണ്ട് കർത്താവെ. അവരുടെ സങ്കടത്തിന് അറുതി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെയെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന രോഗികളോട് കരുണ തോന്നുമാറാകണമേ. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരെ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവ്. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ട്. കിടക്കയിലായിരിക്കുന്നുണ്ട്, വീൽ ചെയറിലായിരിക്കുന്നതുണ്ട്. കൈകാൾക്ക് ചലനമില്ലാതെ അതിവേദനകൾ കൂടി ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ ജീവിപ്പാൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ട് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അവരോട് കരുണ തോന്നണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ. അപ്പോൾ അവിടുന്ന് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓർമ്മയും ബുദ്ധിയും ഇല്ലാത്തവർ, അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന അനേക കുഞ്ഞുങ്ങൾ, മെഡിസിൻ അടിമപ്പെട്ടവർ ഒക്കെ ഉണ്ട് കർത്താവേ. അപ്പോൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ അപ്പച്ചനാകുന്നിടന്ന് മാത്രമാകിയാൽ സ്തോത്രം. മുട്ടിൻ്റെ വേദനയും നടീൻ്റെ വേദനയും ഉള്ളവർ കർത്താവ്, ബ്ലീഡിങ് ഉള്ളവർ കർത്താവ്, കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ കർത്താവ്, എൻ്റെ അപ്പൻ്റെ കാര്യങ്ങളിൽ എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുക കർത്താവ്. അവിടുന്ന് സഹായിച്ചേ മതിയാകും, സൗഖ്യമാക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ പ്രാർത്ഥനാ വിഷയത്തെ അപ്പൻ്റെ കാര്യങ്ങളിൽ തരട്ടെ. യാത്ര ചെയ്യുന്ന ഓരോ ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുഖകരമായി യാത്ര ചെയ്യുവാൻ തക്കണം ദൈവമല്ല ക്രമീകരണം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വഴിമധ്യ ശത്രു ആരെയും കാണാതെ ദുഷ്ടപിശാചി തൊടാതെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സ്വർഗം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അനാഥരെ, വിധവകളെ ഓർക്കുന്നു കർത്താവെ. സ്തോത്രം. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പുതുവയസ്സ് പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷക്കാലം നന്മ കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ. എല്ലാ പ്രാർത്ഥന വിഷയം അപ്പൻ്റെ പൊന്നു പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിലെ ചുറ്റുപാടിനെ, അതിന് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. സുശേഷ വേലകളെ, വേലക്കാരെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഹല്ലേലൂയ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറച്ച് നടത്തണമേ കർത്താവ്. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെ സ്വർഗം സ്വീകരിക്കണം. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം അവിടുന്ന് കർത്താവ്. വിവാഹനുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ഒരു കുടുംബമുണ്ടല്ലോ കർത്താവ്. ഇതിൻ്റെ വിവാഹനം കർത്താവ് ഒരു കഷ്ടനഷ്ടം കൂടാതെ, ഒരു ഭാരമോ പ്രയാസമോ കൂടാതെ, യാതൊരു പ്രതികൂലവും കൂടാതെ കർത്താവ് ആ വാഹനം തന്നെ കുഞ്ഞിന് മടക്കി കൊടുക്കുവാൻ തക്കണം സ്വർഗം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിപ്പാൻ തക്കണം ദൈവം ഇതിന് മുഖാന്തരം ഒരുക്കിയിരിക്കുക. നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന സ്വർഗം സഹായിക്കണമേ. നന്മകളാൽ നടത്തണേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.